കുറെ നേരമായി തുടങ്ങിയിട്ട് ഞാൻ അന്നേ പറഞ്ഞതാ ആ ഡോക്ടറോട് ഈ വറ്റകൾക്ക് വേണ്ടി ഒരു ഡോസ് കൊടുക്കാൻ. അതെങ്ങനെയാ ഒരു വാണം പറഞ്ഞ ഡോക്ടർ കേൾക്കോ? ഈ ഭ്രാന്താസ്പത്രിയിലെ എല്ലാ സ്വസ്ഥയും കളയുന്നത് ഈ മറ്റൊക്കെ കണ്ടു ചേർന്ന അക്രമം, അട്ടഹാസം. മറ്റു രോഗികളൊന്നും കുഴപ്പക്കാരല്ല. ചിലർ വെറുതെ ചിരിക്കും, മറ്റു ചിലർ വെറുതെ കരയും. അത് കാണാനേ എനിക്കൊരു രസമാണ്. ഏത് ഇവിടെ TV യിലൊക്കെ അത് കാണുന്ന പോലെ. ഇവിടെ എന്തൊക്കെയോ കുറഞ്ഞു പറയുന്നുണ്ട്, എന്തൊക്കെയോ തകരം പറയുന്നു. വളൻ ആരാണ് കുടുംബക്കാർ? ഈ പച്ചകൾ 5 പേര് സർ. കുഞ്ഞിരാമൻ സ്വന്തം കാമുകിയെ നാട്ടുറോട്ടിലേക്ക് വെട്ടിക്കൊന്ന് അവനോട് ജഡത്തിൽ കെട്ടിപ്പിടിച്ച് കിടന്നവൻ. രാത്രികളിൽ ഇവർ വല്ലാതെ വയലുണ്ടാക്കുന്നു അല്ലെ മടൻ? എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല. ഉറങ്ങാണ് അത് ശരി. എല്ലാ ഭ്രാന്തികൾക്കും താഴെയിരിക്കുന്നതാണ് നീയും ഞാനും. എനിക്ക് വീട്ടിൽ ഭാര്യയുണ്ട് സാർ. അവൾ രാത്രികളിൽ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കാവാൻ എനിക്ക് ഭാര്യയില്ല. നമുക്ക് ഇവർക്ക് ഒരു ഷോക്ക് കൊടുത്തത് സാറേ. ഒരു ഷോക്കിൽ നിന്നാണ് ഇവർ ഭ്രാന്തിന്റെ നട്ടുച്ചയിലേക്ക് വീണത്. ഇവരെന്തെങ്കിലും ചെയ്യൂ സാർ. എന്ത് ചെയ്യാനാണ് നീ പറയുന്നത്? ഒരു ഷോക്ക് അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷനെങ്കിലും. ഒന്നും വേണ്ട, അവരവരുടെ ഭ്രാന്തുകൾ മുഴുവൻ ആടി തീർക്കട്ടെ. ആ തട്ടകത്തിച്ച് എല്ലാം തച്ചുടച്ച് അവർ ഭ്രാന്തിന്റെ തീക്കടലിൽ മതിക്കട്ടെ. ഈ ഡോക്ടർ സാറിന് ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്തിനും ഭ്രാന്തില്ലായ്മയ്ക്കും ഇടയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ ഭ്രാന്തൻ നാടകം കാണാം. നോക്കിക്കോ, നമ്മളറിയാതെ നമ്മളിവരുടെ ഭ്രാന്ത് സ്വയം ഏറ്റുവാങ്ങും. സ്വകാര്യമായി തന്നെ നിന്നെ നെഞ്ചിൽ കരുതുന്നു പൊന്നേ. ഏതോ മഴച്ചാറ്റൽ പോലെ എന്റെ മുന്നിൽ നീ വന്നതാണേ. അന്നേ അറിഞ്ഞതാ നിന്റെ കണ്ണിൽ സ്വപ്നങ്ങൾ ഏറെയുണ്ടെന്ന്. ഇന്നും പ്രതീക്ഷകൾ മതത്തിന്റെ അതിർവാൾ എന്തിനാണ് ചുണ്ടുകളിൽ ചുംബനവും കയ്യിൽ കഠാരയുമായി എന്നെ പ്രണയിച്ചത്? സ്നേഹിക്കുമ്പോൾ ചുംബനവും സ്നേഹം നിഷേധിക്കുമ്പോൾ കടാരയും. അതായിരുന്നു കുഞ്ഞിരാമൻ. വല്ലാത്ത ഭീകരമായ പ്രണയമായി നിങ്ങൾക്ക്. അതെ, ഭീകരമായ പ്രണയമായിരുന്നു എന്നോട്.
അതിനുവേണ്ടി സ്നേഹത്തിന് വേണ്ടി നിലവിളിച്ചോടിയ എന്റെ മനസ്സ് അതായിരുന്നു എന്നെ ഭീകരനായ കാമുകനാക്കി മാറ്റിയത്. അതിന് ഞാൻ ഒരിക്കലും സ്നേഹം നിഷേധിച്ചിരുന്നില്ലല്ലോ കുഞ്ഞിരാമേട്ട. ഇല്ല, അതെനിക്കറിയാം. പക്ഷേ എന്നോ വിട ചൊല്ലിപ്പോകും മഴമേഘങ്ങളല്ലയോ നമ്മൾ. എന്തിനായിരുന്നു നടു റോട്ടിലിട്ട് ആളുകളുടെ മുന്നിൽ വെച്ച് എന്നെ കുത്തി വളർത്തിയത്, എന്റെ ജഡത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞത്? സുലേഖ, നിനക്കറിയോ, പോലീസുകാർ വരുന്നത് വരെ ഞാൻ എന്റെ മൃതശരീരത്തെ ഭാരി പുണർന്ന് കിടക്കുകയായിരുന്നു, ഭ്രാന്തമായി ചിരിച്ചുകൊണ്ട്. നെഞ്ചടിപ്പ് നിലച്ചതും ചുണ്ടുകൾ നിശ്ചലമായതും മരണത്തിലേക്ക് ഊഴ്ന്നിറങ്ങിയതും എന്റെ ഈ കയ്യിൽ കിടന്നുകൊണ്ടായിരുന്നു. എന്തിനായിരുന്നു ഈ ക്രൂരത? ഭ്രാന്തമായി സ്നേഹിച്ചതുകൊണ്ട് അയ്യത്താ ദൂരത്തായതുകൊണ്ട് പണത്തിന്റെയും അതിരുകൾ ലംഘിച്ചുകൊണ്ട് സ്വന്തമാക്കാൻ ഞാൻ അശക്തനായതുകൊണ്ട്, അതിനുപരി നീ മറ്റൊരാളുടേതാകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട്, അതുകൊണ്ടാണ് ഞാനിന്ന് റോട്ടിലേക്ക് പ്രതീക്ഷകൾ നിന്റെ ജീവൻ എവിടെയാണ് എനിക്ക് താഴെ എത്തിയത്? ആർക്കാണ് പഠിച്ചത്? എനിക്കോ? നിന്റെ